ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. S5 മെക്കാനിക്കലിന്റെ നോ യുവർ സെമസ്റ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളുടെ ഈ S5 സെമസ്റ്റർ ഓവറോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഈ സെമസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, KT-യുടെ സൈഡിലെ കാര്യങ്ങൾ ഒന്ന് ഓവറോൾ വളരെ ബ്രീഫായിട്ട് നിങ്ങളുടെ ഈ സെമസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ അറിയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ S3യുടെ നോ യുവർ സെമസ്റ്റർ S3 സ്റ്റുഡൻസിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ S5 മെക്കാനിക്കൽ സ്റ്റുഡൻസിന് ഓറിയന്റഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. S5 മെക്കാനിക്കൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നല്ല കോർ ആയിട്ടുള്ള സബ്ജക്ട്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ഡൈനാമിക്സ് ഓഫ് മെഷീനറി, മെഷീൻസിന്റെ മൂവ്മെന്റും അതിനെ ബാക്കപ്പ് ചെയ്യുന്ന കുറെ ലോസും നിയമങ്ങളും അതിന്റെ അനാലിസിസ് എല്ലാമാണ് നമ്മൾ ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിൽ പഠിക്കുന്നത്. നല്ലൊരു ടൈറ്റ് സബ്ജക്റ്റ് ആണ്. പൊതുവെ നമ്മൾ ഇതിനെ ഡോം എന്ന് ചുരുക്കപ്പേരിലാണ് പറയാറുള്ളത്. പിന്നെ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ നിങ്ങൾ S3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ്, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിന്റെ പഠിത്തവും കാര്യങ്ങളുമാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ കണ്ടന്റ് കുറെ ഉണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടല്ല. വെച്ചാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും അധികം ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ആ ഓരോ മെഷീനിങ് പ്രോസസ്സോ അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് പഠിക്കാന്നേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. അടുത്ത് വരുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ HMT എന്ന അർത്ഥത്തിൽ നമ്മൾ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കണ്ടന്റ് വൈസ് വളരെയധികം പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു നല്ല കണ്ടന്റ് വൈസ് നല്ല ഹെവി സബ്ജക്റ്റ് ആണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. ഹീറ്റിന്റെ ട്രാൻസ്ഫറും പിന്നെ അതേപോലെ മാസിന്റെ ട്രാൻസ്ഫറും പഠിക്കുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് പഠിച്ചിരുന്നപ്പോൾ ഹീറ്റും വർക്കും, അതായത് എനർജി ഇന്ററാക്ഷൻസിന്റെ കാര്യങ്ങൾ സിസ്റ്റത്തിൽ നടക്കുമ്പോഴും അപ്പോൾ പുറത്തെന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ സ്പെസിഫൈഡ് ഓൺലി ഹീറ്റിന്റെ പല മോഡ് ഓഫ് കണ്ടക്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കും. ലാസ്റ്റ് മോഡ്യൂളിൽ മാസ് ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് PB, അതായത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഉള്ള സബ്ജക്ട്. ഇതൊക്കെ PC ആണ്, പ്രോഗ്രാമിന്റെ കോറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ S3 ഓൾറെഡി. PB എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങൾ S3 അതുപോലെ ഉണ്ടായിരുന്നത് ഏതായിരുന്നു? S3 പ്രൊജക്ട് ബേസ്ഡ് ഉണ്ടായിരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് തന്നെ. S3 S4 ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അന്ന് നിങ്ങൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു, മിനി പ്രൊജക്ട് പോലെ ഒരു പ്രൊജക്ട്. നിങ്ങൾ 30 മാർക്കിന് ഇന്റേണൽ മാർക്സ് 30 മാർക്കിന് പ്രൊജക്റ്റാണ് ചെയ്തിരുന്നത്. അതിന്റെ പ്രസന്റേഷൻ, അതിന്റെ റിപ്പോർട്ടൊക്കെ ചെയ്തില്ലേ? അതേപോലത്തെ ഒരു സബ്ജക്റ്റ് ആണ് ഇപ്രാവശ്യം മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇന്റേണൽസ് കാര്യങ്ങൾ മറ്റുള്ള സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് അത് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതായാലും അത് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് ആണ്. ഇത് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത സബ്ജക്റ്റ് ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം ഇലക്റ്റീവ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ആ പ്രോഗ്രാം ഇലക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഒരു മൂക്ക് കോഴ്സ് ആണ്. മൂക്ക് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? MOOC. മൂക്ക് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇതാണ് മൂക്ക് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അതായത് മൊത്തം 6 സബ്ജക്റ്റ് ആണ് നമുക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ളത്. ഈ 6ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് കോളേജിൽ ക്ലാസ് എടുക്കില്ല. നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ്. SS എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരിക്കുലത്തിൽ അല്ലെങ്കിൽ റെഗുലേഷനിൽ കാണാം. നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ സ്വയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓൺലൈനിലുള്ള പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പരീക്ഷ എഴുതണം. അപ്പൊ ഇപ്പൊ അടുത്ത് കുറച്ച് മുന്നേ ആയിട്ട് നമ്മുടെ KTU അതിന്റെ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതായത് ഏതൊക്കെയാണ് ഓപ്ഷൻസ് എടുക്കാനുള്ളത്. ഞാൻ ആ സർക്കുലർ ഞാൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ഒന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അത് ഡീംഡ് ടു ബി ആണ്.
ഡീംഡ് ടു ബി, എന്താ ഈ ഡീംഡ് ടു ബി എന്നൊക്കെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ യൂണിവേഴ്സിറ്റീസ് തന്നെ പല കാറ്റഗറിയിൽ വരുന്നതാണ്. ഒന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്, ബേസ്ഡ് ഓൺ ബാംഗ്ലൂർ. ഇവരുടെ ഓൺലൈൻ കോഴ്സിൽ നമുക്ക് എന്തായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള സബ്ജക്റ്റ് ഉണ്ട്. അത് 8 വീക്ക്, പിന്നെ 8 മുതൽ 12 വരെ വീക്കുള്ള കോഴ്സാണ്. ഒന്നെങ്കിൽ അത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റി പറയുന്ന രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി. ഓക്കെ, അവരുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡീസ്. ഓക്കെ, ഇത് ഒരു 12 വീക്കിന്റെ കോഴ്സാണ്. അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ, ഞാൻ ആദ്യം ഇത് പറയാം, അതായത് IIT മദ്രാസ് നടത്തുന്ന കോഴ്സാണ്. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് എന്തായിരുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇതൊരു 12 വീക്കിന്റെ കോഴ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് KTU യൂണിവേഴ്സിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്കായിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ 3 ഏതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ സ്വയം, അതായത് NPTEL ഒരു പോർട്ടലുണ്ട്, അതിപ്പോൾ അറിയപ്പെടുന്നത് സ്വയം പ്ലാറ്റ്ഫോം എന്നാണ്. അതായത് NPTEL പോർട്ടലാണ്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിൽ ഈ കോഴ്സസ് കാണാം. ഈ കോഴ്സസിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. എൻ്റെ അറിവ് പ്രകാരം ഞാൻ ഇവിടുത്തെ കോഴ്സസ് ഒന്നും ചെയ്തില്ല. ഞാൻ IITയുടെ ചില കോഴ്സസുകളൊക്കെ സ്വയം പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ക്ലാസ്സസ് കേൾക്കാൻ ഫ്രീ ആണ്. അപ്പൊ പല കുട്ടികളും എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്ത് വെക്കും. പക്ഷെ രജിസ്റ്റർ ചെയ്താൽ പോരാ, അവര് നടത്തുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പാസ്സാവണം, എന്നാലേ ഇത് കേറി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആർക്കും രജിസ്റ്റർ ചെയ്യാം, 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ രജിസ്റ്റർ ചെയ്യാം. അതൊന്നും അവിടെ പ്രശ്നമല്ല. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ തന്നെ ഒന്നുകിൽ ഇവരുടെയോ അല്ലെങ്കിൽ ഇവരുടെ ആണെങ്കിൽ ഇവരുടെ, IIT മദ്രാസിനാണെങ്കിൽ അവരുടെ ലാസ്റ്റില് ഒരു എക്സാം ഉണ്ടാവും. അതിന് എക്സാമിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. ഞാനൊക്കെ എഴുതിയിരുന്ന കാലത്ത് എക്സാമിന് 1100 രൂപയൊക്കെയായിരുന്നു. ഇപ്പൊ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ എക്സാം ടൈം ആകുമ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യണം. അത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കോളേജിൽ ആവണമെന്നില്ല സെന്റർ, മറ്റേതെങ്കിലും ഒരു സെൻട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും വലിയ കോളേജിലോ അങ്ങനെ എവിടെയെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് അവർ ഓരോന്നിനും ഇപ്പൊ ഇതിനൊക്കെ ക്രൈറ്റീരിയ ഉണ്ടാവും. അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഓൺലൈനിൽ കൂടെ തന്നെ. പിന്നെ ഈ എക്സാംസുകളാണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിൽ എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യം മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് എൻറോളിങ്ങിന് ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ എൻറോൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ കോഴ്സ് അവിടെ പിന്നെ നമുക്ക് എൻറോൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ കയറി ഇതാക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഹെൽപ്ഫുൾ ആയിട്ട് ഷെയർ ചെയ്ത് കാര്യങ്ങൾ പഠിക്കാം. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്താലും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് ബിഫോർ ജോയിനിങ് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്തും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് ഓൺലൈൻ ആയിട്ട് നടക്കുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് കോളേജിൽ എന്തുണ്ടാവില്ല, ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ സബ്ജക്ട് പഠിച്ച് ജയിച്ചേ പറ്റൂ. ഇതിന് ഗ്രേഡ് പോയിന്റ് ഇല്ല കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് എന്തില്ല, ദർ ഈസ് നോ ഗ്രേഡ് പോയിന്റ്. ഗ്രേഡ് പോയിന്റ് ഉണ്ടാവില്ല. നിങ്ങൾ പാസ്സായോ തോറ്റോ, പാസ്സായാൽ ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. തോറ്റെങ്കിൽ അത് പറ്റൂല, അത് പിന്നെയും
എഴുതി ജയിക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അടുത്തത് ഒരു പ്രോഗ്രാം ഇലക്റ്റീവാണ്. നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് ഇലക്റ്റീവാണ്, നിങ്ങൾ മുന്നത്തെ സെമ്മിൽ ഒരു ഇലക്റ്റീവ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പ്രോഗ്രാം ഇലക്റ്റീവ്സ് ആയിട്ട് ഇത്രയും ഓപ്ഷൻസ് ആണ് യൂണിവേഴ്സിറ്റി തരുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം ഇലക്റ്റീവ് എടുക്കുമ്പോൾ കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അതായത് ലൈക്ക് നമ്മുടെ ക്ലാസ്സിലെ മിനിമം ഇത്ര 15ഓ 20ഓ സ്റ്റുഡൻസോ എത്രയോ വേണമെന്നുണ്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എലക്റ്റീവ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഇത്ര സ്റ്റുഡൻസ് എങ്കിലും അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രമേ ആ എലക്റ്റീവ് പോസിബിൾ ആവുള്ളൂ എന്നുണ്ട്. പക്ഷേ മറ്റേ എണ്ണം കുറഞ്ഞ കോളേജിനാകുമ്പോൾ, സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ് കുറവുള്ള കോളേജിനാണെങ്കിൽ അതിൻ്റെതായ റിലാക്സേഷൻസ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. പൊതുവെ കോളേജുകളിൽ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് നമ്മളും അത് തന്നെ മതി എന്നുള്ള ആംഗിളിൽ പോകും. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് ഏതാന്ന് നോക്കും. ഓക്കെ, അപ്പൊ ഇതിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ റിസർച്ച് എനിക്ക് ഓക്കെയാണ്. HR മാനേജ്മെന്റ് വെറും തിയറിയാണ്. പിന്നെ എനർജി എക്കണോമിക്സ് ആൻഡ് പോളിസി വെറും തിയറിയാണ്. CADന്റെ അനാലിസിസ് സബ്ജക്ട് തിരക്കില്ല. ഇതൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല. ഇത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. പക്ഷെ നല്ല രസമുള്ള സബ്ജക്റ്റ് ആട്ടോ പഠിക്കാൻ. അഡിറ്റീവ് മാനുഫാക്ചറിങ് ലേറ്റസ്റ്റ് ഒരു ടെക്നോളജിയാണ്, പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഓപ്പറേഷൻ റിസർച്ച് ഒക്കെ നമ്മുടെ പല കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഇതിന്റെ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ പറഞ്ഞു തരുന്ന ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ ചില കോളേജുകളിൽ അവര് എളുപ്പം സ്റ്റുഡൻസ് ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വല്ല HR മാനേജ്മെന്റോ അല്ലെങ്കിൽ എനർജി എക്കണോമിക്സോ ഒക്കെ എടുത്തേക്കാം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കരിയർ പാത്ത് ചൂസ് ചെയ്യാണ് നിങ്ങൾ. അപ്പൊ ഏത് സബ്ജക്ട് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു താല്പര്യം ലക്ഷ്യം അനുസരിച്ചിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചില കോളേജുകളിൽ നമ്മൾ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്താൽ തന്നെയും ചിലപ്പോൾ ആ സബ്ജക്ട് പഠിപ്പിക്കാനുള്ള സ്റ്റാഫ്, ചിലപ്പോൾ ആ ഒരു സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ഉള്ള സ്റ്റാഫ് ഉണ്ടാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും നിങ്ങൾ ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ CFD നല്ല സബ്ജക്റ്റ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ ഫ്ലൂയിഡിന്റെ ഡൈനാമിക്സ് ആണ്, ഈ ജെറ്റ് പ്രൊപ്പൽഷനും കാര്യങ്ങളും അങ്ങനത്തെ മാക് നമ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫ്ലോനെ അനലൈസ് ചെയ്യുന്നൊക്കെയാണ്. ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ജെറ്റിന്റെ ഒക്കെ ഏരിയയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഓരോന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇത് ലേറ്റസ്റ്റ് ആണ്. അഡിറ്റീവ് മാനുഫാക്ചറിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റിസർച്ചുകൾ നടക്കുന്ന ഏരിയയാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ്. ഓപ്പറേഷൻ റിസർച്ച് അഗൈൻ ഒരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്, പക്ഷെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്ന ഒരു മാനേജ്മെന്റ് ടൈപ്പ് എന്ന് പറയാം ഒരു പരിധി വരെ. പക്ഷെ മെയിൻലി പ്രോബ്ലംസ് ചെയ്യുന്നതാണ്. പക്ഷെ വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ്, നമുക്ക് രസകരമായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇതിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇതിൽ ഈ ഒരു സബ്ജക്റ്റ് മാത്രം ഒരു ബ്ലൂ കളറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് സബ്ജക്റ്റ് എടുക്കാം. ഇതിൽ ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ പ്രോഗ്രാം എലക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. 5 to N എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത്. 5 to N 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, ഏതും ആവാം. ഓക്കെ, ഇതിൽ ശ്രദ്ധിച്ച് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിന്റെയും ക്രെഡിറ്റ്സ് എന്താണ്, 3 ആണ്. പക്ഷേ ഈ അവസാനത്തെ ഒരു കോഴ്സ് കാണുന്നുണ്ടോ നിങ്ങൾ? അവസാനത്തെ ഈ കോഴ്സ് ഒരു ബ്ലൂ കളറിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്കീമിലും കാണുന്നത്. അവിടെ ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് ക്രെഡിറ്റ് 3 ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 5 ക്രെഡിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പറയാണ്, ഈ പറയുന്ന കോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ദിസ് ഈസ് എ ലെവൽ 5 കോഴ്സ്. അതായത് ഈ കോഴ്സ് ഒക്കെ ലെവൽ 3 കോഴ്സ് ആണ്. ഇതൊക്കെ ലെവൽ 3 കോഴ്സ് ആണ്. ലെവൽ 3 കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്രെഡിറ്റ് ഉള്ള കോഴ്സ്. ഈ കോഴ്സിനെ എനിക്ക് ലെവൽ 3 ആയ കോഴ്സ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ലെവൽ 5 ആയിട്ടുള്ള കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഓക്കെ, നമുക്ക് ലാബിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ കോഴ്സിലേക്ക് പോകാം. ലാബ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് തെർമൽ എഞ്ചിനീയറിംഗ് ലാബാണ്, മറ്റേത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബാണ്. തെർമൽ എഞ്ചിനീയറിംഗ് ലാബിൽ മെയിൻലി ഹീറ്റും മാസ് ട്രാൻസ്ഫർ ഇല്ലേ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് LVDT, അതേപോലെ മറ്റേ എന്തായിരുന്നു അതിന്റെ പേര്, ആ റേഡിയേഷന്റെ ഒക്കെ കേസിൽ വരുന്ന കുറെ ഷീൽഡുകൾ, കാര്യങ്ങൾ, ബ്ലാക്ക് ബോഡിയുടെ അനാലിസിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തെർമൽ എഞ്ചിനീയറിംഗ് ലാബിൽ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുണ്ടാവുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബിൽ മറ്റേ ഗൈറോസ്കോപ്പ്, ഷാഫ്റ്റിന്റെ വേളിങ്, അതൊക്കെ ആയിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയർ. സാധാരണ S7 പഠിപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ സിലബസ് ഇൻഡെപ്തിൽ നോക്കിയില്ല, പക്ഷെ അതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് പൊതുവെ വരാറുള്ളത്. രണ്ടും എളുപ്പമുള്ള ലാബാണ്. കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും തെർമൽ എഞ്ചിനീയറിംഗ് ലാബിൽ,
പക്ഷെ അവിടെ നമ്മൾ പഠിക്കുന്ന ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ സബ്ജക്ട് ഈ സെമ്മിൽ നിങ്ങൾ പഠിക്കും. അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാബാണ് തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്. ഓക്കെ, ലെവൽ 5 കോഴ്സ് നമ്മൾ നേരത്തെ കണ്ട നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ലെവൽ 5 കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് S4 ഉണ്ടാവേണ്ടതാണ്. ഏതായാലും ഈ ലെവൽ 5 കോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് ഈ ഒരു സബ്ജക്റ്റ് മാത്രം ഒന്നെങ്കിൽ ലെവൽ 3 ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ലെവൽ 5 ആയിട്ട് കൺസിഡർ ചെയ്യാം. ലെവൽ 3 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സബ്ജക്റ്റുകളെ പോലെ തന്നെ എന്താ 2 ഇന്റേണൽ എക്സാം ഉണ്ടാവും, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, എന്നിട്ട് അതിന്റെ ഇന്റേണൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഔട്ട് ഓഫ് എത്രയായിരുന്നു 40, എക്സ്റ്റേണൽ എക്സാം 60, അങ്ങനെ 60 + 40 ഔട്ട് ഓഫ് 100 ആ സബ്ജക്ട്. നോർമലി ഒരു സബ്ജക്ട് എങ്ങനെയാണോ നമ്മൾ എലക്റ്റീവ് എടുക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഒരു സബ്ജക്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ലെവൽ 3 കോഴ്സ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ. നിങ്ങൾ ലെവൽ 5 കോഴ്സ് ആയിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ലെവൽ 5 കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ക്രെഡിറ്റ്സ് കിട്ടും. 5 ക്രെഡിറ്റ്സ് കിട്ടും. അതിലെ 3 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ എക്സാമുകൾ നടത്തി ആ കാര്യങ്ങളൊക്കെയും പിന്നെ അവസാനത്തെ എക്സ്റ്റേണൽ എക്സാം എഴുതി നമ്മൾ ജയിക്കുകയൊക്കെ ചെയ്യുന്ന വഴിയാണ് നമുക്ക് 3 ക്രെഡിറ്റ്സ് കിട്ടുന്നത്. ബാക്കി 2 ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, ബാക്കി 2 ക്രെഡിറ്റ്സ് ഇതിന് നമ്മൾ പറയാറുള്ളത് എന്തായിരുന്നു, CIE കമ്പോണന്റ് എന്നാ പറയാ. അതായത് ഇതിന് പുറമെ ഈ എക്സ്ട്രാ 2 ക്രെഡിറ്റ്സ് കിട്ടണമെങ്കിൽ ഇതിന് പുറമെ നമ്മൾ ഒരു എക്സ്ട്രാ കമ്പോണന്റും കൂടെ നമ്മൾ തീർക്കാനുണ്ട്. അതായത് അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു വൈവ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കേസ് വരുന്നത്. ഞാൻ അതിലേക്ക് വരാം. നോക്കിയേ, ലോവർ 3 ബ്ലൂംസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പഠനത്തിന് നമ്മൾ 5 ബ്ലൂംസ് ലെവൽ ഉണ്ട്. ഏറ്റവും ബേസിക്, റിമെമ്പർ, പിന്നെ അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അതിന്റെ താഴെ വരുന്നത് അനലൈസും, പിന്നെ ഏതായിരുന്നു വരുന്നുണ്ട്. അനലൈസും ഏതായിരുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അനലൈസ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ്. അങ്ങനെ 5 ലെവൽ ബ്ലൂംസ് ടാക്സോണമിയാണ്. അത് നമ്മൾ പൊതുവെ പരീക്ഷ നടത്തി നമ്മൾ എഴുതി ജയിക്കുന്നതൊക്കെ ആ ബ്ലൂംസ് ലെവൽ 3ാമത്തെ ബ്ലൂംസ് ലെവൽ വരെ എത്തുള്ളൂ. അനലൈസും ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ഓർഡർ തിങ്കിങ്ങും ഹയർ ലെവൽ ഡെപ്ത് ഓഫ് സ്റ്റഡിയും വേണ്ട കേസാണ്. ഓക്കെ, അപ്പൊ ആ ലെവലിലുള്ള ഒരു എക്സാം നിങ്ങൾക്ക് എന്തുണ്ടാവും, അസസ്ഡ് ത്രൂ CIE കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. എങ്ങനെയാണ്, സ്റ്റുഡൻസ് മേ ചൂസ് ലെവൽ 3 ഓർ ലെവൽ 5 കോഴ്സ്. ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിനെ ലെവൽ 3 ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഇവിടെ കഴിഞ്ഞു. പക്ഷെ ലെവൽ 5 ആണെങ്കിലോ നമ്മൾ എക്സ്ട്രാ ഈ ഒരു ലെവലും കൂടെ നമ്മൾ അസസ് ചെയ്യും. ദ അഡീഷണൽ 2 ക്രെഡിറ്റ്സ് ഫ്രം ദ ലെവൽ 5 ക്യാൻ കൗണ്ട് ടുവേർഡ്സ് ദ 15 ക്രെഡിറ്റ് ഹോണേഴ്സ് റിക്വയർമെന്റ്. അതായത് ഹോണേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സബ്ജക്ട് ലെവൽ 5 കോഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ 2 ക്രെഡിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോണേഴ്സിന്റെ റിക്വയർമെന്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ് എങ്ങനെയാ നോക്കിയേ. അതായത് ലെവൽ 5 ആയിട്ടാണ് കോഴ്സ് എടുക്കുന്നതെങ്കിൽ അറ്റൻഡൻസിന് 5, ഇന്റേണൽ എക്സാമിന് 15, അനലൈസും ഇവാലുവേറ്റിനും എന്തുണ്ട്, ഒരു 10 മാർക്ക് ഉണ്ട്. കുറച്ച് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ വൈവ എക്സ്ട്രാ വരുന്നുണ്ട്, അതിനൊരു 10 മാർക്ക് ഉണ്ടാവും. അപ്പൊ 15, 5, 20, ഇവിടെ വേറെയും 20, അപ്പൊ 40 ആയി. ഓക്കെ, മറ്റേത് മുന്നേ കംപ്ലീറ്റ് 40 മാർക്കും ഈ ഒരു ഇന്റേണൽ എക്സാം, അറ്റൻഡൻസ്, അസൈൻമെന്റ്, പ്രൊജക്റ്റിൽ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഇതിന് 20 മാർക്കാണ്, ഇവിടെ ഇത് 20 മാർക്കാണ്. ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ്, കുറച്ച് ഹയർ ഓർഡർ ആയിട്ടായിരിക്കും. ഓക്കെ, ഒറ്റ ഇന്റേണൽ എക്സാമേ ഉണ്ടാവുള്ളൂ. ഈ വൈവ നടത്തുന്നത് ആരായിരിക്കും എന്ന് വെച്ചാൽ പുറത്തത്തെ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സ്റ്റാഫ് വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് വൈവ നടത്തുക. ഓക്കെ, അത് ആ ഒരു സബ്ജക്റ്റുമായി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനായിരിക്കും യൂണിവേഴ്സിറ്റി അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ അവര് വന്നിട്ട് നമ്മളോട് വൈവ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ മാർക്ക്, ഈ 10 മാർക്കിലെ 10 മാർക്ക് നമുക്ക് തരിക. എങ്ങനെയായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടായിരിക്കും നമുക്ക് ആ വൈവ നടത്തുക. ഓക്കെ, ഇതിൽ പുതിയതായിട്ട് വരുന്നത് അനലൈസും ഇവാലുവേറ്റും അതുപോലെ വൈവയും, ഈ 3 കാര്യങ്ങളാണ് ലെവൽ 5ലേക്ക് വരുന്നത്. ഇനി ഈ 5 ക്രെഡിറ്റ്സ് കിട്ടാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്.
എന്താണ്, ഒന്നെങ്കിൽ അതായത് നമ്മുടെ ഇന്റേണൽ എക്സാം ഉണ്ടല്ലോ, ഇന്റേണൽ ഇവാലുവേഷൻ നടത്തുന്നത്, അതിന്റെ ഇന്റേണൽസ് ടോട്ടൽ മാർക്ക് 80% മുകളിൽ ആയിരിക്കണം. ഒന്നെങ്കിൽ 80%ഓ അല്ലെങ്കിൽ അതിലേറെയോ മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വൈവക്ക് 70%ഓ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ആയിരിക്കണം. 70% എന്ന് പറഞ്ഞാൽ 10ൽ 7 മാർക്കോ അതിലേറെയോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതായിരിക്കണം കണ്ടീഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കേസ് നമ്മുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഇന്റേണൽസും അതുപോലെ എക്സ്റ്റേണൽ എക്സാം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ഗ്രേഡ് ബിയിലേറെ താഴാൻ പാടില്ല. ബിയോ B+ഓ എയോ A+ഓ എസ് ഗ്രേഡ് ഏറ്റവും ടോപ്പിലുള്ള എസ് ഗ്രേഡോ ഇതാണെങ്കിൽ ഓക്കെ. ബിയിലേറെ താഴെയുള്ള അതായത് ജസ്റ്റ് പാസ് C+C P ഗ്രേഡ് ഇതാണെങ്കിൽ എന്ത് കിട്ടില്ല, നമുക്ക് 5 ക്രെഡിറ്റ് കിട്ടില്ല. 5 ക്രെഡിറ്റ് കിട്ടാൻ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷനിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനിൽ ഗ്രേഡ് ബിയിലേറെ താഴാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ 5 ക്രെഡിറ്റ്സ് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങൾ വൈവേ അതൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ സബ്ജക്ട് നിങ്ങൾ പാസ്സാവും, പക്ഷെ ക്രെഡിറ്റ് എന്തേ ഉണ്ടാവുള്ളൂ, 3 ക്രെഡിറ്റ് ആയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, ലെവൽ 5 കോഴ്സാണ്. നിങ്ങൾ കൂടുതൽ പലരും അത് എടുക്കലുണ്ടാവില്ല, ആ ലെവലിൽ ചിലപ്പോൾ ചിലർ മെനക്കെടില്ല, പക്ഷെ ഇത് അറിയാതെ പോരുത് എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്ലാനിങ്ങിന് പ്രശ്നമാണ്. നിങ്ങൾക്ക് IVക്കുള്ള ടൈം യൂണിവേഴ്സിറ്റി S5 തന്നിട്ടുണ്ട്. S5 അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. S5 നിങ്ങൾക്ക് IV പോകാനുള്ള കണ്ടീഷൻ മാക്സിമം 12 ഡേയ്സ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ 6 വർക്കിംഗ് ഡേയ്സ് വരെ മാക്സിമം യൂസ് ചെയ്യാം എന്നാണ് മെക്കാനിക്കലിന്റെ കാണുന്നത്. പക്ഷെ വേറെ ചില ബ്രാഞ്ചിൽ അത് ഇവിടെ 6 ഉള്ളിടത്ത് 5ഉം മാക്സിമം 12 ഉള്ളിടത്ത് 10ഉമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് S5 നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. IV അത് ട്രിപ്പാണ് പറയും, പക്ഷെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഇൻഡസ്ട്രി നിങ്ങൾ പോയി കാണുക, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷെ എന്ത് ചെയ്യരുത്, 6 വർക്കിംഗ് ഡേയ്സിലേറെ കൂടുതൽ അത് പറ്റില്ല. മാക്സിമം 6 വർക്കിംഗ് ഡേയ്സ് ആണ് ഉണ്ടാവുക. പിന്നെ അവധികളും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ അവധിയാണ്. അപ്പൊ ആ ഒരു സാറ്റർഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ സാറ്റർഡേ കിട്ടും, സൺഡേ കിട്ടും. പിന്നെ മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗിൽ 5 ദിവസം, പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 5, 6, 7, 8, 9 ദിവസം അങ്ങനെ അടുപ്പിച്ച് കിട്ടും. ഇനി അതല്ല വേറെ ഏതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സിന്റെ അടുപ്പിച്ച് നിങ്ങൾ പോവാണെങ്കിൽ അപ്പൊ ഈ 12 ഡേയ്സ് ഒക്കെ 6 വർക്കിംഗ് ഡേയ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ദിവസങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ എല്ലാവരും പോകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ ടൈമിലാണ് പൊതുവെ പോവാറ്. ഇതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫെബ്രുവരി കാലത്ത് നോമ്പിന്റെ ടൈമാണ്. അപ്പൊ ഇനി എല്ലാ സ്റ്റുഡൻസിനും വരാൻ പറ്റുന്ന ആ ഒരു സ്ഥിതി ആയിരിക്കോ ടൂറിന് എന്നുള്ളത് അറിയില്ല. അപ്പൊ ആ ഫെബ്രുവരി മന്ത് കംപ്ലീറ്റ് നോമ്പിന്റെ ഒരു ടൈമാണ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിൽ അവരെ കിട്ടുമോ, അവരെ പങ്കെടുക്കാൻ എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത് അറിയില്ല. അത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ നോമ്പാണെങ്കിൽ ആ മാസം കംപ്ലീറ്റ് നമ്മുടെ അതവിടെ ബ്ലോക്കായി. പിന്നെ വരുന്നത് നമുക്ക് ഈ നവംബറിലാണ്. നവംബറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഈ എൻഡ് സെമസ്റ്റർ എക്സാംസ് നടക്കുന്ന ടൈം ഉണ്ടാവുക. ഓക്കെ, ആ നേരത്തൊക്കെ ആയിരിക്കും എൻഡ് സെമസ്റ്റർ എക്സാം നടക്കുക. പിന്നെ ഓപ്ഷൻ ഉള്ളത് ഡിസംബർ ലാസ്റ്റ്, ജനുവരിന്റെ തുടക്കത്തിൽ എന്നൊക്കെയാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറിന്റെ ടൈം ഒക്കെയാണ്. അപ്പൊ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും. ഹോട്ടൽസിനും ട്രാവൽ ടിക്കറ്റിനും ഒക്കെ നല്ല റേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ട്രെയിനിന് ബുക്ക് ചെയ്യാൻ പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല, നല്ല തിരക്കായിരിക്കും. ബസ്സിനാ പോകുന്നെങ്കിൽ പിന്നെ പ്രൈവറ്റുകൾ കുറേ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വേറെ ഓൾ ഇന്ത്യ ടൂറൊക്കെ പോകുന്നവരാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ടൈമിന് വളരെ മെനക്കെട്ട ടൈമാണ്. അപ്പൊ നിങ്ങൾ മാത്രമല്ല അവിടെ റേറ്റ് ആ നേരത്തെ ഡിസംബർ, ജാനുവരിയിൽ നല്ല പീക്ക് റേറ്റ് ആയിരിക്കും, നല്ല ചെലവായിരിക്കും. അപ്പൊ നിങ്ങൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. എന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ റേറ്റും കുറയും, പിന്നെ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബറിലൊക്കെ പോകണമെങ്കിൽ നേരത്തെ പെർമിഷനും കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളും HOD അടുത്തും ഒക്കെ മേടിക്കുക. ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആണല്ലോ.
അല്ലെ? അപ്പോൾ പലരും ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയും ട്രിപ്പ് അടിക്കുകയാണ് ചെയ്യുക, നമുക്കറിയാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ആ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയെങ്കിലും നിങ്ങൾ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ ആ ഇൻഡസ്ട്രിയുടെ പെർമിഷൻ ലെറ്ററും അവര് ഓക്കെയാണ്, അവിടുന്ന് ലെറ്റർ നമ്മുടെ കോളേജിലേക്ക് വന്ന് അതിന്റെ എല്ലാ ഡോക്യുമെന്റേഷൻ പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടുന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓരോരുത്തർക്ക് മേടിക്കുക. കാരണം നിങ്ങൾക്ക് അതൊരു ആവശ്യം വരും. നാളെ നിങ്ങൾ പുറത്തൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് പോവുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി സിനാരിയോ നിങ്ങൾക്ക് ഒന്ന് എക്സ്പോഷർ ചെയ്യാൻ കഴിയും, ചെറിയ അളവിലെങ്കിൽ ചെറിയ അളവിൽ. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് നിങ്ങൾക്ക് വളരെയധികം ബൂസ്റ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ അങ്ങോട്ടുള്ള അക്കാഡമിക്സിൽ, ഐ മീൻ ഇൻ ദ കരിയർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ കേസ്. പിന്നെ ഇത് നിങ്ങളുടെ ഇവാലുവേഷൻ ആണ്, ഞാനിത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പ്രോഗ്രാം കോർ, അതായത് മെയിൻ കോർ സബ്ജക്റ്റുകളുടെ ഇന്റേണൽ എക്സാമിന്റെ മാർക്സ് 40 ആയിരിക്കും, എക്സ്റ്റേണൽ എക്സാമിന്റെ മാർക്സ് 60 ആയിരിക്കും. എങ്ങനെയാണ് ഇന്റേണൽ എക്സാമിന്റെ സ്പ്ലിറ്റ് അപ്പ് എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ S3 S4 S1 മുതൽ S5 S4 വരെ കഴിഞ്ഞ ആൾക്കാരാണ്, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, നമ്മുടെ ഇപ്പൊ ഇതില് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് ആയിരിക്കും ഇപ്രാവശ്യം. അതിൽ ഇന്റേണൽസ് 60 മാർക്കിനും എക്സ്റ്റേണൽ 40 മാർക്കിനുമാണ്. അതിൽ ശ്രദ്ധിക്കാനുള്ളത് പ്രൊജക്ട് വരുന്നുണ്ട്. ആ പ്രൊജക്റ്റിൽ നമ്മുടെ പ്രൊജക്ട് എന്തെങ്കിലും മിനി പ്രൊജക്ട് ചെയ്തിട്ട് നമ്മളത് പ്രസന്റ് ചെയ്ത് റിപ്പോർട്ട് ആക്കിയിട്ടൊക്കെ കൊടുക്കുക. അതിനാണ് ആ 30 മാർക്ക്. അതും നിങ്ങൾ ഓൾറെഡി ഒരു 1-2 സബ്ജക്റ്റുകൾ കഴിഞ്ഞതായിരിക്കും, ഞാൻ അതിലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നില്ല. ലാബിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇന്റേണൽ മാർക്സ് 50 മാർക്കിനാണ് ഉണ്ടാവുക, അതുപോലെ എക്സ്റ്റേണൽ മാർക്സും 50 മാർക്കിനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ടോട്ടല് നമുക്ക് 100 മാർക്കിനാണ് അത് ഉണ്ടാവുക. ഇനി അറ്റൻഡൻസിന്റെ കേസിൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നിരുന്നാലും ഞാൻ പറയാണ്, അറ്റൻഡൻസിന്റെ കേസിൽ 75% ആണ് നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് അറ്റൻഡൻസ് വേണ്ടത്. അതിന്റെ താഴെ ആയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഗേൾസിനാകുമ്പോൾ 73% മതി. അവർക്ക് 2% ഈ മെൻസ്ട്രൽ ലീവ്സും കൂടെ ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ 75% അറ്റൻഡൻസ് വേണം. 75% അറ്റൻഡൻസിന്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ക്ലിയർ? അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ 75% താഴെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതണമെങ്കിൽ പ്രിൻസിപ്പൾ കനിയണം. പ്രിൻസിപ്പൾ കനിയാന്ന് പറഞ്ഞാൽ 60 മുതൽ 75, 60ഉം 74 എന്ന് ഉദ്ദേശിച്ചത് 75ന്റെ താഴെ, 60ഉം 75ന്റെ ഇടയിലാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് എങ്കിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും ജെനുവിൻ റീസൺ ആണെങ്കിൽ ആ റീസൺ റിക്വസ്റ്റ് വിത്ത് പ്രൂഫ് പ്രിൻസിപ്പളിന് സബ്മിറ്റ് ചെയ്താൽ പ്രിൻസിപ്പൾ അത് വെരിഫൈ ചെയ്തതിനു ശേഷം പ്രിൻസിപ്പളിന് പെർമിഷൻ തരാൻ പറ്റും. ഓക്കെ, പ്രിൻസിപ്പളിന് ഗ്രാൻഡ് ചെയ്യാം. പക്ഷെ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും സോളിഡ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം എന്താ വെച്ചാൽ KTയുടെ ഓഡിറ്റ് വരും. ഓരോ സെമസ്റ്ററിൽ 2 പ്രാവശ്യം കോളേജുകൾക്ക് ഓഡിറ്റ് വരും. അപ്പൊ ആ നേരത്തെ ഈ ഫയലൊക്കെ അവർ ചെക്ക് ചെയ്യും. ഇപ്പൊ ഇത് ഫേക്കാന്ന് കണ്ട പ്രിൻസിപ്പളിനും പ്രശ്നം വരും, നിങ്ങൾക്കും പ്രശ്നം വരും. അപ്പൊ ഉടായ്പ കാണിക്കരുത്. ജെനുവിൻ ആയ റീസൺ ഉള്ളതാണെങ്കിൽ, അല്ല മെഡിക്കൽ കേസുകളോ അങ്ങനെ എന്തെങ്കിലും ജെനുവിൻ കേസസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൂഫും കാര്യങ്ങളും വെച്ച് റിക്വസ്റ്റ് കൊടുത്താൽ 60ഉം 75ന്റെ ഇടയിലുള്ള പെർസെന്റേജ് ആണെങ്കിൽ പ്രിൻസിപ്പളിന് അവിടെ തീരുമാനിക്കാം. പ്രിൻസിപ്പളിന് തരണം എന്നല്ല, പ്രിൻസിപ്പളിന് വേണമെങ്കിൽ പറയാം ഇല്ല ഇത് സാറ്റിസ്ഫാക്ടറി അല്ല, ഇത് വെച്ചിട്ട് നീ 5 ദിവസം മെഡിക്കൽ ലീവ് ഉള്ളൂ, അത് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 68 കിട്ടുള്ളൂ, അതുകൊണ്ട് നീ പരീക്ഷ എഴുതണ്ട എന്നും പ്രിൻസിപ്പളിന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതിന്റെ ഇടയിലുള്ള ആ ഹോൾ പ്രോസസ്സ് അവിടെ കൈകാര്യം ചെയ്യുന്നത് പ്രിൻസിപ്പൾ ആണ്. ജെനുവിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അത് 75 എത്തുമെങ്കിൽ നോ വറീസ്. ലാസ്റ്റ് കേസ് 60ന്റെ താഴെയാണെങ്കിൽ പ്രിൻസിപ്പൾ വിചാരിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഓക്കെ, 60ന്റെ താഴെയാണെങ്കിൽ പ്രിൻസിപ്പൾ വിചാരിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റില്ല. നിങ്ങൾ എത്ര ജെനുവിൻ റീസൺ ആയിക്കോട്ടെ, ഫിസിക്കലി നിങ്ങൾ ഒരു സബ്ജക്ട് വൈസ് ആ ഒരു സബ്ജക്റ്റിന് 60% അറ്റൻഡൻസ് ഇല്ല ക്ലാസ്സിലെങ്കിൽ എന്ത് പറ്റില്ല, നിങ്ങൾക്ക് ആ സബ്ജക്ട് FE ഗ്രേഡ് ആയിരിക്കും, ഫെയിലിയർ ഡ്യൂ ടു ഇനെലിജിബിലിറ്റി. പിന്നെ നിങ്ങൾ ആ കോഴ്സ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് പഠിക്കേണ്ടി വരും. ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അറ്റൻഡൻസ്. ഓവറോൾ അറ്റൻഡൻസിന്റെ കേസ് പറയുന്നുണ്ട്. ഓവറോൾ അറ്റൻഡൻസിന്റെ കേസ് 40%-ലേറെ താഴെയാണെങ്കിൽ എന്തായിരിക്കും, ഇയർ ഔട്ട് വരും. അതായത് ഇൻഡിവിജ്വൽ സബ്ജക്ട് വൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ചില സബ്ജക്റ്റിൽ 65, മറ്റേ സബ്ജക്റ്റിൽ 78, പിന്നെ ഒരു 82 അങ്ങനെയൊക്കെ വരികയാണ്. ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൽ 75ന് താഴെയാണെങ്കിൽ ആ സബ്ജക്റ്റ് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഓൾ ടുഗദർ എല്ലാ പെർസെൻറ്റേജും കൂടെ, എല്ലാ സബ്ജക്റ്റിന്റെ പെർസെൻറ്റേജും കൂടെ എടുത്തിട്ട് ഓൾ ടുഗദർ നമ്മുടെ ടോട്ടൽ ഓവറോൾ അറ്റൻഡൻസ്
40% താഴെയാണെങ്കിൽ നമ്മൾ ഇയർ ഔട്ടാണ്. ഇയർ ഔട്ടിൽ അവിടെ സെമ്മിന്റെ കാറ്റഗറൈസേഷൻ ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് ഇയർ ഔട്ട് വരുന്നത് S5 S7 ഇതിപ്പോ നിങ്ങൾ S3 നിങ്ങൾക്ക് 40% ഇല്ലേ, കഴിഞ്ഞു. നിങ്ങൾ അടുത്ത പ്രാവശ്യം S3 വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ S6 നിങ്ങൾക്ക് അറ്റൻഡൻസ് 40% കുറവാണോ? പറ്റില്ല. നിങ്ങൾ S6 40% അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ബാച്ചിന്റെ ഒപ്പം S6 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പൊതുവെ ആർക്കും അങ്ങനെ വരാറില്ല. 40% താഴെ എന്ന് പറഞ്ഞാൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ക്ലോസ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ അറിയാം. പിന്നെ അറ്റൻഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ഓൺ ഇന്റേണൽ ഇവാലുവേഷൻ, ഇന്റേണൽ എക്സാംസിന് നമുക്ക് ഫൈനൽ ഇന്റേണൽ മാർക്സിന് നമുക്ക് അറ്റൻഡൻസിന് പ്രാധാന്യമുണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നമ്മൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ഫാക്കൽറ്റി നമ്മൾ എപ്പോഴും കാണല്ലേ. അപ്പൊ ആ ഫാക്കൽറ്റിക്ക് തോന്നും ഇവൻ എന്റെ ക്ലാസ്സിൽ സ്ഥിരം ഇരിക്കുന്നതാണ്. അതേസമയം മറ്റൊരുത്തൻ ക്ലാസ്സിൽ തീരെ ഇരിക്കാത്തവനാണെങ്കിലോ ആ ഫാക്കൽറ്റി ആ ഒരു മനുഷ്യ സഹജമായിട്ട് തോന്നും ഇവൻ എന്റെ ക്ലാസ്സിന് വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ഒരു പരിഗണന അവിടെ ആ ഒരു സൈഡിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അറ്റൻഡൻസിന്റെ മാർക്കിന്റെ റൂള് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറഞ്ഞത്. ഇത് ഞാൻ പറയാൻ കാരണം പല കോളേജിലും പല രീതിയിൽ പണ്ടുണ്ടായിരുന്നു. ചിലർക്ക് 90% എബവ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് 5 മാർക്ക് കൊടുക്കും, 80 ആൻഡ് എബവ് ആണെങ്കിൽ അപ്പോൾ 4 മാർക്ക് കൊടുക്കും. അപ്പൊ യൂണിവേഴ്സിറ്റി ഒരു കോമണാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. 85% മുതൽ മുകൾക്കാണോ ഫുൾ കംപ്ലീറ്റ് അറ്റൻഡൻസിന് 5 മാർക്ക് കൊടുക്കും. 80 85 ഇടയിലാണെങ്കിൽ 4, 75 80 ഇടയിലാണെങ്കിൽ 3, 70 75 ഇടയിലാണെങ്കിൽ 2, 60 70 ഇടയിലാണെങ്കിൽ 1, 60 താഴെയാണെങ്കിൽ, അതായത് 60 താഴെയാണെങ്കിൽ ആ സബ്ജക്ട് എഴുതാൻ പറ്റില്ല ആ കുട്ടിക്ക്, അപ്പോൾ മാർക്ക് 0 ആണ്. 60 മുതൽ 75 ഇടയിൽ പ്രിൻസിപ്പളിന് തീരുമാനിക്കാം എഴുതണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ പ്രിൻസിപ്പൾ പെർമിറ്റ് ചെയ്താൽ എത്രയാണോ നമ്മുടെ പെർസെൻറ്റേജ്, ഇപ്പൊ 73 ആണെങ്കിൽ നമുക്ക് അറ്റൻഡൻസിന്റെ മാർക്ക് 2 ആയിട്ട് കിട്ടും. അതല്ല നമ്മുടേത് 69 60 70 ഇടയിൽ ആണ് വരുന്നതെങ്കിൽ അപ്പൊ 1 മാർക്കാണ് ഇന്റേണൽ മാർക്സ് കിട്ടുക. ഈ അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂട്ടി ലീവ് വരുന്നുണ്ടല്ലോ. നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും കോളേജിൽ പ്രോഗ്രാംസിന് പോയി അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷന് പോയി അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് പോയി ജെനുവിൻ ആയിട്ടുള്ള ഡ്യൂട്ടി ലീവുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് ആട്ടോ ഈ പറയുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ഈ പറയുന്നത്. അത് ആഡ് ചെയ്യാതല്ല, അത് നമ്മുടെ അറ്റൻഡൻസിൽ കൂട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ഇതിൽ അവർ പറയുന്നത്. അത് നിങ്ങളെന്താ വെച്ചാൽ ആ പ്രോഗ്രാംസ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്, അതിന് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു പ്രോഗ്രാം പങ്കെടുത്ത് 10 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ പ്രൂഫും കാര്യങ്ങളും നിങ്ങളുടെ ഫാക്കൽറ്റി അഡ്വൈസറിനൊക്കെ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യണം. എന്നിട്ട് അപ്പൊ അതിനനുസരിച്ച് അവർ അറ്റൻഡൻസ് മാറ്റിയിട്ടുള്ളൂ. പിന്നെ വേറൊരു ക്ലോസ് പറയുന്നുണ്ട്, ഡ്യൂട്ടി ലീവ് മാക്സിമം 10% വരെ ഡ്യൂട്ടി ലീവ് അനുവദിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോ ഇൻഡെപ്തിൽ പോയി കഴിയുമ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ പറയാനുള്ളത് ഇയർ ഔട്ട് ക്രൈറ്റീരിയ. S5 കേസിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ജൂലൈ 9 അതിന്റെ സർക്കുലർ അവർ ഇറക്കിയത്. ഇൻ ദ സെൻസ് അതായത് ക്രെഡിറ്റ്സ് S5 കയറുമ്പോൾ കുട്ടികൾക്ക് ക്രെഡിറ്റ്സ് മിനിമം 18 ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞിട്ട് അവര് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇയർ ഔട്ടിന്റെ കേസ് അവിടെ ജെനുവിൻലി ഇതുവരെ ബ്ലോക്ക്ഡ് അല്ല, അത് ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. അതുപോലെ പിന്നെ ഇയർ ഔട്ടിന്റെ കേസ് വരുന്നത് 7th സെമ്മില് അപ്പോഴേക്ക് 37 ക്രെഡിറ്റ്സ് വേണം S1 to S4. ഇനി ഇതിൽ നിങ്ങൾ നോക്കിയേ, ഞാൻ ജെനുവിൻ ആയിട്ട് ഞാൻ ആരെങ്കിലും നെഗറ്റീവ് അടിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല. നിങ്ങൾ നോക്കിയേ, 18 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. 18 ക്രെഡിറ്റ്സ് പറഞ്ഞാൽ ഇത് ഈ ക്രെഡിറ്റ്സിൽ നമ്മുടെ ലാബും ഒക്കെ കൂട്ടിയിട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിലാകുമ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ലാബ് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല, എന്നാലും ഫിസിക്സ് കെമിസ്ട്രീന്റെ ഇന്റേണൽ മാർക്സിൽ ലാബ് വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ 37 ആണെങ്കിൽ നമുക്ക് S1 to S4 ആണ്. അപ്പൊ ഇവിടെയും 4 8 ക്രെഡിറ്റ്സ് ഇവിടെ ഓൾറെഡി ലാബിനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ലാബ് മര്യാദക്കൊന്ന് കുഴപ്പമില്ലാതെ ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാവരും പാസ്സാക്കി വിടും. അപ്പൊ നോക്കി നിങ്ങൾ ഈ 18 ക്രെഡിറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് 18 ക്രെഡിറ്റ്സ് ഫ്രം S1 and S2 ആണ്. S1 S2ൽ നിന്ന് 18 ക്രെഡിറ്റ്, മൊത്തം ഏതാണ്ട് 12 സബ്ജക്റ്റുകൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡ് സെമിസ്റ്ററിലും പഠിക്കാനുണ്ട്. അതിലെ ഒരു 4 5 സബ്ജക്റ്റ് നമ്മൾ പാസ്സായാൽ തന്നെയും നമുക്ക് ഈ 18 ക്രെഡിറ്റ് കിട്ടും. അത് പാസ്സാവുന്ന സബ്ജക്റ്റ് ഈ 2 ക്രെഡിറ്റിന്റെ ഒക്കെ ആയാൽ മാറ്റുണ്ട്. 4 ക്രെഡിറ്റിന്റെയും 3 ക്രെഡിറ്റിന്റെയും മാർക്സിന്റെ കേസിലാണ് പറയുന്നത്. ഒരു 4 5 സബ്ജക്ട് ഔട്ട് ഓഫ് ദി 12 സബ്ജക്ട്സ്, അറൌണ്ട് 12, അതിൽ ആ 4 5 സബ്ജക്ട്സ് ജയിച്ചാൽ തന്നെ നമുക്ക് 18 കിട്ടും. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഒരു സപ്ലി അടിച്ചു ഏതെങ്കിലും 2-3 സബ്ജക്ട്, അത് സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് എഴുതാം, തേർഡ് സെമസ്റ്ററിൽ എഴുതാം, ഫോർത്ത് സെമസ്റ്ററിലും എഴുതാം. എന്നിട്ടാണ് ഇവിടെ
എന്ത് ചെയ്യുന്നത്, ആ കണ്ടീഷൻ കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു സബ്ജക്ട് ഫെയിൽ എന്തെങ്കിലും വന്നു, നിങ്ങൾക്ക് ഇവിടെ തേർഡിൽ എഴുതാം, ഫോർത്ത് എഴുതാം, 2 ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചാൻസുകൾ കിട്ടുന്നുണ്ട്, എന്നിട്ടും നിങ്ങളത് എഴുതി എടുക്കുന്നില്ല എങ്കിൽ ദർ ഈസ് സംതിങ് പ്രോബ്ലം വിത്ത് യു, അല്ലെ? ചിലപ്പോൾ നിങ്ങളുടെ ഒരു സറൗണ്ടിങ്സ് എൻവയൺമെന്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അല്ലെങ്കിൽ പേഴ്സണലി ചിലരുണ്ടാവും വേറെ എന്തോ എടുക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ ഇവിടെ വന്ന് പെട്ടുപോയി, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, താല്പര്യമില്ല, അങ്ങനെ വന്ന് പെട്ടുപോകുന്നവരുണ്ട്. ഇതിനൊരു പോസിറ്റീവ് ആംഗിൾ നോക്കി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് നമുക്കൊരു ഐ ഓപ്പണിംഗ് ആണ്. എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളതൊരു ബോധ്യം വരും. പണ്ട് കാലങ്ങളൊക്കെ പറഞ്ഞാൽ കണ്ണടച്ച് അങ്ങനെ പോവുക, എത്ര സപ്ലി ഉണ്ടെങ്കിലും അങ്ങനെ പോയി അവസാനം ഒക്കെ എഴുതിയെടുക്കുക എന്നൊക്കെ രീതിയിൽ ചിലർ വിചാരിക്കും. ചിലർ അതിൽ സക്സസ് ആവാറുണ്ട്, ചിലർ അതിൽ സക്സസ് ആവാറില്ല. ഞാൻ അതിന്റെ സ്റ്റോറി നമ്മുടെ S3 സ്റ്റുഡൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ വീണ്ടും അത് നീട്ടി പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 18 ക്രെഡിറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. ഉണ്ട്, കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും, ഏതിനായാലും അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ അത് വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നും അല്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കയറാൻ പറ്റും. ശ്രമിക്കേണ്ട ടൈം ഇപ്പൊ S5 ആയി, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ S3 സ്റ്റുഡൻസിനോട് ഞാനത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നോക്കിയേ, ഇനിയിപ്പോ ഒരു കുട്ടിക്ക് ഇവിടെ S8 S5 18 കിട്ടി, ഇനി S7 കയറുമ്പോൾ 37 വേണ്ടത്, അതായത് 19 ക്രെഡിറ്റ്സാ വേണ്ടത്. പക്ഷെ അവിടെ 1 to 4 വരുന്നുണ്ട്. അതിൽ ഈ 3 4 ലാബ് വന്നിട്ട് 8 ക്രെഡിറ്റ്സ് ലാബിനാണ്. അപ്പൊ ഇതിന്ന് 8 ക്രെഡിറ്റ്സ് പോയാൽ ബാക്കി 11 ക്രെഡിറ്റ്സ് സബ്ജക്റ്റ് നിന്ന് എടുത്താൽ മതി. ഈ 2 കൂടെ ഒരു 3 4 സബ്ജക്റ്റും കൂടെ ജയിച്ചാൽ നമ്മൾ S7 കയറാനും യോഗ്യതയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത് നമുക്കൊരു ഐ ഓപ്പണർ ആയിരിക്കും. പലർക്കും അതൊരു ഐ ഓപ്പണർ ആണ്, നമ്മളെ കൊണ്ട് കഴിയുന്നതാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ മാക്സിമം ട്രൈ, ഇത് മര്യാദക്ക് പഠിച്ചാൽ എഞ്ചിനീയറിംഗ് നമ്മൾ തുടക്കം മുതലേ നമ്മൾ ക്ലാസ്സസ് തുടങ്ങുമ്പോഴേ നമ്മൾ കുറച്ച് പഠിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മൾ സുന്ദരമായിട്ട് പാസ്സാവും, ഒരു ബുദ്ധിമുട്ടില്ല. ഗ്രേഡ് S ഗ്രേഡ് A+ ഗ്രേഡ് ഒക്കെ വേണമെങ്കിൽ അപ്പോ നന്നായിട്ട് ഇരുന്ന് പഠിച്ച് നല്ല ലെവലിൽ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി പോകണം. അതല്ല ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമേ അല്ല. പക്ഷെ അതിൽ ചെയ്യേണ്ടത് വെച്ചാൽ അവസാന നിമിഷത്തേക്ക് പഠിത്തം മാറ്റി വെച്ചാൽ ബേർഡൻ കൂടും. തുടക്കം മുതൽ പഠിക്കുക. അപ്പൊ നമ്മുടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയാം, ഇപ്പൊ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞ് തേർഡ് മൊഡ്യൂൾ എത്താറായി. ആകെ 4 മൊഡ്യൂൾസ് ഉള്ളൂ. ഏതാണ്ട് 70 to 75% നമ്മൾ എല്ലാ സബ്ജക്ട്സ് ഏതാണ്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കുറെ മുന്നേ തന്നെ നമ്മൾ നമ്മുടെ സബ്ജക്ട്സുകൾ കംപ്ലീറ്റ് തീർക്കും. അതിനുശേഷം നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ടാവും. എല്ലാ രീതിയിലും നമുക്ക് നന്നായിട്ട് പഠിക്കാനും ഡീറ്റെയിൽഡ് കണ്ടന്റ് പഠിക്കാനും പിന്നെ റിവിഷൻ ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇയർ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് നമ്മൾ മറക്കണം. ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ജോയിൻ ചെയ്തവർക്ക് ഇയർ ഔട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് വരുന്നില്ലേ, ഇത് റെഗുലർ സ്റ്റുഡൻസിനാണ്. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിനാണെങ്കിൽ S5 പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഇല്ല. പക്ഷെ അവർ S7 കയറുമ്പോൾ 15 ക്രെഡിറ്റ്സ് വേണം. ഈ 15 ക്രെഡിറ്റ്സിലെ 8 ക്രെഡിറ്റ്സ് ലാബാണ്. 8 ക്രെഡിറ്റ്സ് ലാബാണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? 7 ക്രെഡിറ്റ്സ്. 2 സബ്ജക്ട് പാസ്സായ കഴിഞ്ഞു ലാറ്ററൽ സ്റ്റുഡൻസിന്. അപ്പോൾ ഇത് എന്താ പറയുക, യൂണിവേഴ്സിറ്റി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് എന്നുള്ള അർത്ഥത്തിലല്ല. യൂണിവേഴ്സിറ്റി ഇത് ഒരു പക്ഷെ ഇപ്പൊ നമുക്കൊരു കയ്പുള്ളതാണെങ്കിലും ഭാവിയിൽ അത് മധുരിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, ഇപ്പൊ ഒരുപാട് ചർച്ചകൾ ഇയർ ഔട്ടിന്റെ കേസിൽ നടക്കുന്നുണ്ടാവും. എന്നെക്കാട്ടും ചിലപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, ഇനി ലാസ്റ്റ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ S5 ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് BTechന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 3 ക്രെഡിറ്റ്സ് ആക്ടിവിറ്റി പോയിന്റ്സിന്റെ പേരിൽ 3 ക്രെഡിറ്റ്സ് നിങ്ങൾ നേടിയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് BTech സർട്ടിഫിക്കറ്റ് കിട്ടൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ആക്ടിവിറ്റി പോയിന്റ്സ് നിങ്ങളുടെ കോഴ്സ് S8 ഇറങ്ങിപ്പോകുന്നതിന്റെ മുന്നേ നേടണം. അല്ലെങ്കിൽ അത് ആകെ പ്രശ്നമാണ്. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് ഇരുന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ ബുദ്ധിമുട്ടും. നിങ്ങൾ S8 കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾ മാക്സിമം ഉറപ്പ് വരുത്തണം ഈ 3 ക്രെഡിറ്റ്സ് നിങ്ങൾ നേടുന്നുണ്ട്. ഇനി പണ്ട് 2019 സ്കീമിനെ പോലെ അല്ല നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി പോയിന്റ്സ്. ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി 3 കാറ്റഗറി ആയിട്ട് 3 ഗ്രൂപ്പ് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഞാനൊന്ന് സൂം ചെയ്ത് തരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. 3 ഗ്രൂപ്പ് ആയിട്ടാണ് ആക്കിയിട്ടുള്ളത്. ആ 3 ഗ്രൂപ്പിൽ നിന്നും എന്ത് വേണം, ഞാൻ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ചെയ്യണം. സോ ദാറ്റ് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് 40 പോയിന്റ് കിട്ടണം, സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് 40 പോയിന്റ് കിട്ടണം, തേർഡ് ഗ്രൂപ്പിൽ നിന്ന് 40 പോയിന്റ് കിട്ടണം. അങ്ങനെ
120 പോയിന്റ്സ് കിട്ടിയാൽ ഫോർ റെഗുലർ സ്റ്റുഡൻസിന് അത് വേണ്ടത് 120 പോയിന്റ്സ് ആണ്. അങ്ങനെ 120 പോയിന്റ്സ് കിട്ടിയോ ദെൻ ദേ ആർ സേഫ്. ലാറ്ററൽ സ്റ്റുഡൻസിനാണെങ്കിൽ 90 പോയിന്റ്സ് മതി. അതായത് 30 പോയിന്റ്സ് 3 ഗ്രൂപ്പിൽ നിന്ന്, ഇവിടെ 40 പോയിന്റ്സ് 3 ഗ്രൂപ്പിൽ നിന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 ക്രെഡിറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി നോക്കിയേ, ഓരോ ഗ്രൂപ്പിലെയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും വെറുതെ പോയി ചെയ്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൽ 40 പോയിന്റാ. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്തൊക്കെ വരുന്നുണ്ട്? NSS വരുന്നുണ്ട്, NCC, NSO. ഇത് ചിലപ്പോൾ പല കോളേജിൽ NSS ഉണ്ടാവും, NCC ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അതിൽ ആക്റ്റീവായിട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പോയിന്റ് അവിടെ കിട്ടും. ആ 40 പോയിന്റ് ഇവിടെ കിട്ടും. അതല്ല, നിങ്ങൾ കോളേജിന്റെയോ നാഷണൽ ലെവലോ ഇന്റർനാഷണൽ ലെവലോ ആർട്സ്, സ്പോർട്സ്, ഗെയിംസ് അല്ലെങ്കിൽ കോളേജ് ലെവലിലെ യൂണിയനുകളോ ക്ലബ് ആക്ടിവിറ്റീസിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 40 പോയിന്റ് കിട്ടും. പക്ഷെ ഓരോന്നിൽ പങ്കെടുത്താൽ എത്ര പോയിന്റ്സ് ആണെന്നുള്ള പണ്ടൊരു ഹാൻഡ് ബുക്ക് ഉണ്ടായിരുന്നു. അതേ ഹാൻഡ് ബുക്കിലെ പോയിന്റ്സ് തന്നെയാണോ ഇപ്രാവശ്യം ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. അത് നിങ്ങൾ ഒന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ വെറുതെ ഏതെങ്കിലും ഒരു ക്ലബിൽ ഒരു ആക്ടിവിറ്റി മാത്രം പങ്കെടുത്താൽ 40 കിട്ടിയെന്ന് വിചാരിക്കണ്ട. ഇപ്പൊ NSSൽ പങ്കെടുത്ത ഒരു കുട്ടിക്കാണെങ്കിൽ പിന്നെ വേറെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. കാരണം 2 കൊല്ലം ആ കുട്ടി കംപ്ലീറ്റ് NSSന്റെ ആക്ടിവിറ്റീസിൽ വേണം. അവിടുത്തെ പ്രോഗ്രാം ഓഫീസർ അത് പോയിന്റ് ഓക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ NSSൽ 60 പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ 40 പോയിന്റിന്റെ മുകളിൽ എത്ര ആയാലും 40 പോയിന്റിന്റെ മുകളിൽ നിങ്ങൾക്ക് 45 കിട്ടി, 60 കിട്ടി, 100 പോയിന്റ് കിട്ടി വിചാരിച്ചോ, കിട്ടിയ എത്ര ക്രെഡിറ്റേ ഉള്ളൂ? ഒരു ക്രെഡിറ്റേ ഉള്ളൂ. അതായത് ഒരു കുട്ടി ഇപ്പൊ NSSൽ പങ്കെടുത്തു. NSSൽ പങ്കെടുക്കുമ്പോൾ പഴയ സ്ക്രീം പ്രകാരം 60 പോയിന്റ് ആണ്. പിന്നെ ആ കുട്ടി വേറെ ഏതെങ്കിലും ക്ലബ് ആക്ടിവിറ്റീസിൽ, ആർട്സിൽ, സ്പോർട്സിലും ഒക്കെ പങ്കെടുത്തിട്ട് അങ്ങനെ ടോട്ടൽ ആ കുട്ടിക്ക് 100 പോയിന്റ്സ് കിട്ടി. ആയിക്കോട്ടെ, പക്ഷെ ആ കുട്ടിക്ക് ക്രെഡിറ്റ് എത്ര ഉണ്ടാവുള്ളൂ? ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. ഇവിടുന്ന് കിട്ടുക ഒരു ക്രെഡിറ്റ് ആണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുക ഒരു ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് 40 പോയിന്റ്സ് എങ്കിലും വേണം. ഒരു 38 37 കിട്ടിയ കുട്ടിക്കൊന്നും ഒരു ക്രെഡിറ്റ് കിട്ടൂല. മനസ്സിലായല്ലോ? അത് രണ്ടാമത്തത്. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിലും അതേപോലെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. 40 പോയിന്റ് എങ്കിലും കിട്ടിയാലേ അടുത്ത ക്രെഡിറ്റ് ഇവിടുന്ന് കിട്ടുള്ളൂ. തേർഡ് ഗ്രൂപ്പിലും 40 പോയിന്റ് കിട്ടിയാലേ അടുത്ത ഈ ക്രെഡിറ്റും നമുക്ക് കിട്ടുകയുള്ളൂ. ക്ലിയർ? പക്ഷെ ഇതിൽ പ്രശ്നം സെക്കൻഡും തേർഡ് ഗ്രൂപ്പാണ്. നോക്കിയേ, സെക്കൻഡ് ഗ്രൂപ്പിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ പ്രൊവിഷൻസി സർട്ടിഫിക്കറ്റ് വേണം. IELTS TOEFL ഇതൊക്കെ നമ്മൾ പാസ്സായി കഴിയണം എന്നാണ്. അതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആ കാറ്റഗറി 2 വരുന്നതാണ്. പിന്നുള്ളതോ GRE, മാറ്റ്, കാറ്റ്, GMAT ഒക്കെ എക്സാംസുകൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ആവുക, അല്ലെങ്കിൽ വാലിഡ് ഗേറ്റ് സ്കോർ. ഞാനിത് കണ്ടപ്പോഴേ എന്താണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാകുന്നത്. കാരണം ഈ ഗേറ്റ് സ്കോർ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയൂല. ഗേറ്റ് സ്കോർ എന്നൊക്കെ, ഗേറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാല് ചില്ലറ പണിയാണ്. ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ റെഗുലർ ആയിട്ട് പഠിച്ചു പോയ കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെ അവർക്ക് ജയിക്കാൻ പറ്റും. അതിന് നല്ല പ്രിപ്പറേഷൻ വേണം. ഈ കാറ്റും GMAT എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെറുതെ പോയാൽ എഴുതി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല, അതിന് നല്ല മെനക്കേടുണ്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് കാറ്റഗറി തന്നെ വരുന്നതാണ് ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്, പിന്നെ ഇൻഡസ്ട്രിയൽ ക്ലിനിക്കൽ ട്രെയിനിങ്, കോൺഫറൻസ് പേപ്പർ പ്രസന്റേഷൻ, വർക്ക്ഷോപ്പ്, പിന്നെ അതേപോലെ പ്രൊഫഷണൽ ബോഡി ആക്ടിവിറ്റീസ്, ഹാക്കത്തോൺസ്, നാഷണൽ ഇന്റർനാഷണൽ ലെവൽ ഹാക്കത്തോൺസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ 3 കുറച്ചും കൂടെ കുട്ടികൾ ഇൻവോൾവ് ചെയ്യാൻ സാധ്യത ഇതിലാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ S3 S3 കഴിഞ്ഞ ഉടനെ ശരിക്കും നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങോ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം 2 ആഴ്ചയെങ്കിലും ഉള്ള ട്രെയിനിങ്. നിങ്ങൾ എത്ര പേര് S3 കഴിഞ്ഞിട്ട് ചെയ്തിരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ S5 ബ്രേക്കിലോ S6 ബ്രേക്കിലോ നിങ്ങൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലോ പോവാ. അവർ പറയുന്നുണ്ട് ഇന്റേൺഷിപ്പ് ആകുമ്പോൾ കുറഞ്ഞ പക്ഷം 2 വീക്കുകളെങ്കിലും വേണം. അല്ല എന്തെങ്കിലും ട്രെയിനിങ്ങിനാണെങ്കിൽ അതും മിനിമം 2 വീക്സ് വേണം. അല്ലെങ്കിൽ കോൺഫറൻസോ പേപ്പർ പ്രസന്റേഷനോ, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പേപ്പർ, നിങ്ങൾ ഇപ്പൊ തേർഡ് ഇയർ ആകുമ്പോൾ നിങ്ങളിപ്പോ പ്രൊജക്ട് ബേസ്ഡ് സബ്ജക്ട് ചെയ്യുന്നില്ലേ, അതിലെന്തെങ്കിലും ഒരു പുതിയ ഇന്നോവേഷൻ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ പോയി പങ്കെടുത്തിട്ട് നിങ്ങൾ പേപ്പർ പ്രസന്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് ഫൈനൽ ഇയറിലായിരിക്കും. കാരണം നമ്മൾ അപ്പൊ എന്തായാലും ഒരു പ്രൊജക്ട് ചെയ്യുമല്ലോ. ആ പ്രൊജക്ട് ചെയ്തിട്ട് അതിന്റെ പേപ്പർ എവിടെയെങ്കിലും ഇന്റർനാഷണൽ നാഷണൽ ലെവലോ കോൺഫറൻസിൽ പോയി പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ IELTS TOEFL ഒക്കെ ഒരു പരിധി വരെ അവർക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് കണ്ടന്റ് ഉള്ളതാണ്, കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗേറ്റ് ഒക്കെ ആണെങ്കിൽ തേർഡ് ഇയറിലെ സ്റ്റുഡൻസിന്
എഴുതുക. അപ്പൊ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അതൊക്കെ എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള എക്സ്പോഷർ ആകുമ്പോഴാണ് ഈ പ്രശ്നം. എല്ലാവരും ആ ഒരു ലെവലിൽ ആയിരിക്കില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ 40 പോയിന്റ്സ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇവിടുന്ന് നേടിയെടുക്കാം. ബുദ്ധിമുട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടെന്നല്ല, എന്നാൽ ഓവർ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അവിടെ. ലാസ്റ്റിലെ കാറ്റഗറിയിൽ എന്ന് പറഞ്ഞാൽ ജേണൽ പബ്ലിക്കേഷൻ, പേറ്റന്റുകൾ, സ്റ്റാർട്ടപ്പോ, നിങ്ങൾ എന്തെങ്കിലും ഇന്നോവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്കത്തണിൽ വിന്നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, നാഷണൽ ഇന്റർനാഷണൽ ലെവലിലെ കോമ്പറ്റീഷനിൽ എവിടെയെങ്കിലും വിന്നേഴ്സ് ആയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ്, അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് കൊടുക്കുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി യൂണിവേഴ്സിറ്റി ചിലപ്പോൾ തരുമായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ മനസ്സിലാക്കുന്ന ASMEയുടെ ഒക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഏതെങ്കിലും സ്കിൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് സെമ്മിന്റെ വെക്കേഷൻ ഗ്യാപ്പ് ഒക്കെ കിട്ടൂലേ, ആ നേരത്തെ ഏതെങ്കിലും ഒക്കെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസീസിന്റെ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും നേടിക്കഴിഞ്ഞാൽ അപ്പോഴും എന്ത് കിട്ടും, ഇവിടുത്തെ 40 പോയിന്റ്സ് ഓക്കെ ആയിരിക്കും. ഓക്കെ, ജേണൽ പബ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങളെ ഫൈനൽ ഇയറിൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ടിനെ പേപ്പറിൽ പബ്ലിഷ് ചെയ്താൽ തന്നെ ജേണൽ പബ്ലിക്കേഷൻ ആയി. വലിയ ബുദ്ധിമുട്ടില്ലാതെ അവിടെ അതും കടക്കാൻ പറ്റുന്നതാണ് എനിക്കൊരു പ്രതീക്ഷ. പക്ഷെ ഞാനിത് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. കാരണം ഈ ആക്ടിവിറ്റി പോയിന്റ്സിലൂടെ കിട്ടുന്ന ഈ 3 ക്രെഡിറ്റ്സ് നിർബന്ധമാണ് ബിടെക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ. ഓക്കെ, അപ്പൊ ഇത് വെറുതെ പോയി കളയരുത്. എനിക്കറിയില്ല എത്ര ടീച്ചേഴ്സ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ആക്ടിവിറ്റി പോയിന്റ്സ് അല്ല ഇപ്പൊ ഇങ്ങനെ തന്നെ വേണം. ഗ്രൂപ്പ് 1 നിന്ന് 1 ക്രെഡിറ്റ്, ഗ്രൂപ്പ് 2 നിന്ന് അടുത്ത ക്രെഡിറ്റ്, ഗ്രൂപ്പ് 3 നിന്ന് അടുത്ത ക്രെഡിറ്റ്. അല്ലാതെ എല്ലാ 120 പോയിന്റ് ഇവിടെ, പിന്നെ ഇവിടെ ഒരു 60 പോയിന്റ്, അത്രയേ ഉള്ളൂ. 150 പോയിന്റ് ഉണ്ട് കണ്ടിട്ട് കാര്യമില്ല. ഇവിടെ പോയിന്റ് ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കിട്ടൂല. അപ്പൊ ഇവിടെ 2 ക്രെഡിറ്റേ ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ SIT കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോയാൽ അതിലേറെ പണിയാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് ഓടി വന്ന് പിന്നെ കോളേജിലേക്ക് വരണം, പിന്നെ യൂണിവേഴ്സിറ്റിക്ക് പോകണം, നല്ല ഓട്ടമായിരിക്കും. അപ്പോൾ SITന്റെ മുന്നേ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ആ ആക്ടിവിറ്റി പോയിന്റ്സിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാണ്. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് അവർ 1 ഇയർ കഴിഞ്ഞിട്ടാണല്ലോ ജോയിൻ ചെയ്തത്, അതുകൊണ്ടാണ് അവർക്ക് 30 എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ ഇപ്പോൾ റെഗുലർ ആയ സ്റ്റുഡൻസും ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബോധേഡ് ആയിട്ടുണ്ടാവില്ല. അവരും ലാറ്ററൽ പോലെ തന്നെ ആയിരിക്കും. ഏതായിരുന്നാലും അവർക്ക് ആ 1 ഇയർ എക്സ്ട്രാ കിട്ടിയോണ്ടായിരിക്കാം അത് 40 പോയിന്റ്സ് ആക്കിയിട്ടുള്ളത്. പിന്നെ S5 ആണ് നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് ഇയർ എന്നുള്ള അർത്ഥത്തിൽ പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അറ്റൻഡ് എവറി ക്ലാസ്. ഇനി നിങ്ങൾക്ക് അധിക ദിവസങ്ങളില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ പകുതി കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറും കഴിഞ്ഞു. ഇനി 2 കൊല്ലം കൂടി ഉള്ളൂ. ഈ 2 കൊല്ലത്തിൽ ഈ തേർഡ് ഇയർ ആണ് ശരിക്കും കോളേജും നമുക്കൊരു അറ്റാച്ച്മെന്റ്, കൂടുതൽ ടച്ചും ടീച്ചേഴ്സായിട്ട് അറ്റാച്ച്മെന്റ്. നിങ്ങളിപ്പോൾ ആ കോളേജിൽ മുതിർന്നവരായി മാറുകയാണ്. കുറെ കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യുക. പണ്ടത്തെ ആ ഒരു കുട്ടിത്തമാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കുറെ മെച്ചുവർഡ് ആയി വരേണ്ട ടൈമാണ്. കോളേജിനെ കൊണ്ട് നടക്കേണ്ട ആൾക്കാർ നിങ്ങളും 4th ഇയേഴ്സ് ആണ്. അവരെ ഏറ്റവും നല്ല ടൈപ്പ് വേണം. ആക്ടിവിറ്റീസ് അധികം മുന്നിട്ട് ഇറങ്ങേണ്ടി വരും തേർഡ് ഇയർ സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം 4th ഇയേഴ്സുകാർ അവരുടെ പ്രൊജക്റ്റിലായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഇനി 2 വർഷം കൂടെ ഉള്ളൂ ഇങ്ങനെ ക്ലാസ്സിലിരിക്കാൻ. ഈ 2 വർഷത്തിൽ അവസാനത്തെ വർഷം നിങ്ങൾ നോക്കണ്ട. കാരണം അപ്പോഴേക്ക് പലരും പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പലരും പല പല ഗ്രൂപ്പുകളായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇനി എല്ലാവരും ഒന്നിച്ച് കാണുന്നത് ഒരു പക്ഷേ ഈ S5 S6 ഉള്ളൂ. അപ്പൊ മാക്സിമം ക്ലാസ്സിലിരിക്കുക, ആ മെമ്മറീസ് ഉണ്ടാക്കുക. മെമ്മറീസ് മാത്രമല്ല ഉണ്ടാക്കേണ്ടത്, എന്ത് ചെയ്യണം, പഠിക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, മൊഡ്യൂൾ വൈസ് കാര്യങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഒരു സബ്ജക്ട് വരുമ്പോൾ അതിന്റെ ഫസ്റ്റ് 2 മൊഡ്യൂൾ വളരെ എളുപ്പമായിരിക്കും. അതാണ് ആ സബ്ജക്റ്റിന്റെ ഏറ്റവും ബേസ് ഉണ്ടാവുക. അത് ഒരിക്കലും മിസ്സാക്കരുത്. ക്ലാസ് തുടങ്ങണം അന്ന് തന്നെ പോയി ലീവ് ആവരുത്. മാക്സിമം ക്ലാസ്സിൽ എടുക്കുക. ഏറ്റവും ബേസ്മെന്റുകൾ നമ്മൾ ക്ലാസ്സിന് ക്ലിയർ ആക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ, സബ്ജക്റ്റുകൾ ഉണ്ട്. ഇപ്പൊ ഡിസൈൻ ഓഫ് മെഷീനറി നിങ്ങൾക്ക് ഡോം വരുന്നുണ്ട്, HMT വരുന്നുണ്ട്. ഇതൊക്കെ പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന അതിൽ പ്രോബ്ലംസുകൾ കൂടുതൽ ചെയ്ത് പഠിക്കുക. എന്നാലേ ആ സബ്ജക്റ്റ് നമ്മൾ പാസ് ആവുള്ളൂ, നമുക്ക് കണ്ടന്റും കിട്ടുള്ളൂ. ലാബുകൾ സീരിയസ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത്, നമുക്ക് ലാബ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ വരുന്ന ലാബുകളാണ് S5 അല്ലെ. മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ പറയാറുണ്ട്, ലാബിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ലാബ് തന്നെ തീർക്കുക. ഇപ്പൊ നിങ്ങൾ ഇന്നൊരു ലാബിന് പോയാൽ അന്ന് ആ എക്സ്പെരിമെന്റ് ചെയ്യും, അന്ന് തന്നെ അതിന്റെ റെക്കോർഡ് അവിടെ തന്നെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യുക, സാറിന്റെ അടുത്ത് സൈൻ മേടിക്കുക. ഓക്കെ, ഒരിക്കലും ഈ ലാബിന്റെ ബുക്കായിട്ട് നിങ്ങൾ ഹോസ്റ്റലിക്കോ വീട്ടിലേക്കോ പോകരുത്. കാരണം ഇതും കൊണ്ട് വീട്ടിലേക്കോ ഹോസ്റ്റലിക്കോ പോയാൽ പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണ പണിയായിരിക്കും. നമുക്ക് പഠിക്കേണ്ട ടൈം പോവാണ്. പഠിക്കലുണ്ടോ ഉണ്ടെങ്കിൽ ആ ടൈം പോവാണ്. എന്നിരുന്നാലും
ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ബുക്ക് നോക്കുന്ന ആളാണെങ്കിൽ എഴുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് പഠിക്കൂല, ഉറപ്പാണ്. അങ്ങനെ നമ്മൾ എഴുതി സംസാരിച്ചേക്കും, പിന്നെ ഫോൺ നോക്കും, പിന്നെ എഴുത്ത് നമ്മൾ പഠിക്കുകയാണെന്നുള്ള ഒരു ധാരണ നമുക്ക് വരും. ഓക്കെ, ഒരിക്കലും ലാബിന്റെ വർക്ക് വീട്ടിലേക്കോ ഹോസ്റ്റലിലേക്കോ കൊണ്ടുവരുത്. ലാബിന്റെ ആ 3 മണിക്കൂറിനുള്ളിൽ വരിക, ലാബ് ചെയ്യുക, അതിന്റെ ബുക്കിൽ റെക്കോർഡിൽ കണ്ടൻസ് എഴുതുക, വൃത്തിയിൽ ടാബുലാർ കോളൊക്കെ വരച്ചിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലാബിൽ അല്ലെങ്കിൽ സെക്കൻഡ് ലാബിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ അടുത്ത ആഴ്ച ഏത് ലാബാണ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തലേന്ന് തന്നെ അല്ലെങ്കിൽ ആ കഴിഞ്ഞ ആഴ്ച തന്നെ ആ ലാബിൽ ഇരിക്കുമ്പോൾ അടുത്ത ആഴ്ചന്റെ ലാബിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡിൽ എഴുതുക, അതിന്റെ ടാബുലാർ കോളൊക്കെ വരച്ച് വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് വീക്കിൽ ലാബിൽ പോകുമ്പോൾ റീഡിങ്സ് എടുക്കുന്നു, നേരെ എഴുതിയാൽ മതി, വാല്യൂസ് ഇട്ട് എഴുതിയാൽ മതി, കാൽക്കുലേറ്റ് ചെയ്തിട്ട് സാറിന് കൊടുക്കുക, സാർ അവിടെ സൈൻ ചെയ്ത് തരും. ബാക്കി അവിടെ സമയമുണ്ട്, ആ ബാക്കി സമയം എന്ത് ചെയ്യണം, അടുത്ത ആഴ്ച ലാബ് ഏതാണോ വരുന്നത് അതിന്റെ കണ്ടന്റ് എഴുതുക, ടാബുലാർ കോളം വരും. അതായത് ആ ലാബിന്റെ ടൈം ഇരുന്നിട്ട് ലാബിന്റെ വർക്ക് മാത്രം കംപ്ലീറ്റ് അവിടെ തന്നെ തീർക്കുക. ഒരിക്കലും ആ ബുക്ക് എടുത്ത് കൊണ്ടുപോകാതെ ഒന്നെങ്കിൽ ലാബിൽ തന്നെ സേഫ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ സേഫ് ആയിട്ട് വെക്കുക. ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രൊജക്ട്സിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഈ പ്രൊജക്ട് ബേസ്ഡ് വരുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രൊജക്റ്റുകൾ നമ്മൾ കുറച്ചും കൂടെ ഇൻവോൾവ് ആവുക. നമ്മൾ അറിയാതെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും. കാരണം അങ്ങനത്തേൽ കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴേ അടുത്ത സെമസ്റ്ററിൽ അടുത്ത ഇയറിൽ നിങ്ങൾക്ക് മെയിൻ പ്രൊജക്ട് വരുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് അതിനൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും ഇങ്ങനെയുള്ള സബ്ജക്ട്സിലെ പ്രൊജക്ട് കാണും. സബ്ജക്ട്സിലെ പ്രൊജക്ട് പറഞ്ഞാൽ വലിയ ആന പ്രൊജക്റ്റ് ഒന്നല്ല, ചെറിയ മിനിയേച്ചർ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ പ്രൊജക്ട് ചെയ്താൽ അത് ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പായിട്ട് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ ഒരുപാട് സ്കില്ലുകൾ അതുവഴി വർദ്ധിക്കും. ഓക്കെ, സോ പുതിയ സെമിസ്റ്റർ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ 18 ക്രെഡിറ്റ്സ് എത്തി ജയിച്ചവരുണ്ടാവും. ചിലര് ഇപ്പോഴേ അയ്യോ സാർ എൻ്റെ 2 കൊല്ലം പോയി, ഒരു ബോറിംഗ് ആണെന്നൊക്കെ ഉണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പുതിയൊരു ഫ്രഷ് ചാപ്റ്ററാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്രയും കാലം എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പഠിക്കേണ്ട രീതിയിലല്ല പഠിച്ചത്, എനിക്ക് എഞ്ചിനീയറിംഗ് കുറെ അറിയില്ല സാർ എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഈ S5 മുതൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് കാര്യങ്ങൾ നേടുന്നുണ്ടോ? അത് മതി. നിങ്ങൾ S8 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള പഴയ ബാക്ക് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത്, കരിയർ പാത്ത് ശരിക്കും പ്ലാൻ ചെയ്യുക ഈ S5 മുതലാണ്. S5 മുതൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്പോഷർ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. എവിടേക്ക് നോക്കണം, ഏത് സൈഡിലേക്ക് എത്തണം. ഇനി കഴിയാറായി അല്ലെ, ഈ തേർഡ് ഇയർ കഴിഞ്ഞ ഫോർത്ത് ഇയർ ആകുമ്പോഴേക്ക് പല ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. കുടുംബക്കാരും നാട്ടുകാരും എന്തായി, എവിടെയെങ്കിലും ജോലി ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ അതിന്റെ അടുത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എവിടെ വരണം, ഏത് ഏരിയയിൽ വേണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. പഴയ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. S5 ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് S1 മുതൽ S4 വരെയുള്ളത് ഒരുപാടുണ്ടെങ്കിൽ എല്ലാം കൂടെ എഴുതുന്നതിന് പകരം സെലക്റ്റഡ് ആയിട്ട് ഒരു 3-4 പഴയ പേപ്പേഴ്സുകൾ എടുക്കാണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. റെഗുലർ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട് ഇപ്പൊ തന്നെ പാസ്സായി പോവുക. ഓക്കെ, S5 സബ്ജക്ട്സുകൾ അത് ഈ സെമിൽ തന്നെ പാസ്സാക്കി പോവുക. പഴയത് ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ എടുത്ത് സപ്ലി S5 എഴുതരുത്. സെലക്റ്റീവ് ആയിട്ട് തെരഞ്ഞെടുത്ത് S8 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നോക്കുക. ഓക്കെ, ഈ S5 മുതൽ നിങ്ങൾ പ്ലാൻ ചെയ്താലും മതി നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പാത്ത് സെറ്റ് ചെയ്യുക. ഈ S3 മുതൽ S6 വരെയുള്ള സെമ്മിലെ സബ്ജക്ട്സ് ആണ് പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും വരിക. അപ്പൊ നിങ്ങളുടെ S5 S6 സബ്ജക്ട്സുകൾ കോമ്പറ്റീറ്റീവിന് വരുന്നതാണ്. അതുപോലെ S3 S4 സബ്ജക്റ്റുകളും കോമ്പറ്റീറ്റീവ് എക്സാംസ് വരുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗിന്റെ ഗേറ്റ് എക്സാം തേർഡ് ഇയറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ലെവലാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ പരീക്ഷകൾ പോയി എഴുതുക. അപ്പോഴാണ് എന്താ പറയുക, നമ്മൾ ഈ ക്ലാസ് റൂമിൽ അപ്പുറത്തോ നോക്കിയാൽ എന്നെക്കാട്ടും പഠിക്കാത്തവൻ, ഇപ്പുറത്തവനാണെങ്കിൽ ക്ലാസ്സിലേ വരുന്നില്ല, അപ്പൊ ഞാൻ തന്നെ ഭേദം എന്നൊക്കെ തോന്നിപ്പോവും അല്ലെ. പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മൾ ആരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരുള്ളൂ. ഇപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നമ്മുടെ കോളേജും നമ്മുടെ ക്ലാസ് റൂമിലുള്ള 60-40 പേരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാത്ത ഒരുപാട് പേര് ഇതേ സമയം തേർഡ് ഇയറിൽ മെക്കാനിക്കല് നിങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ആ രീതിയിൽ എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര നമുക്ക് വരും.
ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ നിങ്ങൾക്ക് ആ സപ്പോർട്ട് തരാനാണ് നമ്മളിവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ നമ്മൾ അക്കാഡമിക് വൈസ് നിങ്ങൾക്ക് ചെയ്തു തരാവുന്ന എല്ലാ സപ്പോർട്ട്സും നമ്മളിവിടെ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ S5ന്റെ ഒരു ഓൾ ടുഗദർ ഓവറോൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ നോ യുവർ സെമസ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. നിങ്ങൾക്ക് ഇത് ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഹിയർ മൈസെൽഫ് സൈനിങ് ഓഫ്. Your Fazluddin sir. Bye.